മദ്യശാലകൾ പൂട്ടിക്കാനുള്ള നിരവധി സമര പരമ്പരകൾ കേരളത്തിൽ അരങ്ങേറിയിട്ടുണ്ട്. എന്നാൽ ഇതിൽ നിന്നും വ്യത്യസ്തമായി ഒരു മദ്യവിൽപ്പനശാല തുറപ്പിക്കാൻ മദ്യപാനികൾ നടത്തിയ സമരത്തിന് ആലപ്പുഴ നഗരവാസികൾ സാക്ഷികളായി. ക്ഷീണം മാറ്റാൻ ഒരു കുപ്പി വാങ്ങണമെങ്കിൽ 60 രൂപ ഓട്ടോ കാശ് മുടക്കി നഗരത്തിലെത്തണം. സൈക്കിളിൽ പോയി പിടിക്കപ്പെട്ടാൽ മിനിമം 1000 രൂപ പെറ്റിയടിക്കും. സാധാരണ മദ്യവിൽപ്പനശാലകളിൽ നിന്നും വ്യത്യസ്തമായി ഉപഭോക്താക്കൾക്ക് ക്യൂ പാലിക്കാൻ ധാരാളം സ്ഥലമുള്ള ഒരു ഔട്ട്ലെറ്റ് ഇവിടെയുള്ളപ്പോൾ ഞങ്ങൾ ഈ കഷ്ടതകൾ സഹിക്കേണ്ട കാര്യമുണ്ടോ? ചോദിക്കുന്നത് മറ്റാരുമല്ല, ആലപ്പുഴ മാമൂട് ജംഗ്ഷനിലെ സാക്ഷാൽ കുടിയന്മാർ തന്നെ. സർക്കാർ അംഗീകരിച്ച സാറാണ്. സർക്കാർ അളന്നു കൊടുത്ത് മീറ്റർ കണക്കിന് അളന്നു കൊടുത്ത് ബിവറേജ് മാറി കൊടുക്കുന്നത്. അത് അളന്നുകൊണ്ട് ആരാണ്? 6 മാസം മുമ്പ് മാമൂട് ജംഗ്ഷനിൽ ആരംഭിച്ച കട ദേവാലയത്തിന് സമീപം പ്രവർത്തിക്കുന്നു എന്ന കാരണത്താൽ നാട്ടുകാർ സമരം ചെയ്ത് പൂട്ടിച്ചതാണ്. പൂട്ടിക്കിടക്കുന്ന സ്ഥാപനത്തിൽ നിന്നും മദ്യം മറ്റു ഷോപ്പുകളിലേക്ക് മാറ്റാൻ ലോഡ് കയറ്റിയതോടെയാണ് പ്രശ്നങ്ങൾക്ക് തുടക്കമായത്. തങ്ങളുടെ ജീവൻ പോയാലും ലോഡ് കൊണ്ടുപോകാൻ അനുവദിക്കില്ലെന്നും പറഞ്ഞ് ചില വിദ്വാൻമാർ വാഹനത്തിന് മുന്നിൽ തടസ്സം കിടന്ന് മുദ്രാവാക്യം വിളി ആരംഭിച്ചു. ഈ കയറ്റിയ സാധനം ഇറക്കി വെക്കുക, 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 ഇവിടെ സെയിൽ നടത്തുക, ഈ സെയിൽ നടത്തുക, ഇതിവിടെ സെയിൽ നടത്തുക. പ്രശ്നം വഷളായതോടെ ബിവറേജസ് MD എക്സൈസ് മന്ത്രിയുമായി ചർച്ച നടത്തി. തുടർന്ന് വിൽപ്പനശാല തുറന്നു കിട്ടും എന്ന് ഉറപ്പ് ലഭിച്ചതോടെ ആഹ്ലാദ പ്രകടനമായി. കഴിഞ്ഞ 6 മാസത്തിനിടയ്ക്ക് ഒരു ദിവസം മാത്രമാണ് ഈ ഷോപ്പ് പ്രവർത്തിച്ചിട്ടുള്ളത്. അന്ന് ഉച്ച മുതൽ രാത്രി 9 മണി വരെ മാത്രമുള്ള കളക്ഷൻ 1.5 ലക്ഷം രൂപ ആയിരുന്നത്രേ. അങ്ങനെയെങ്കിൽ വരും ദിവസങ്ങളിൽ ഈ മദ്യവിൽപ്പനശാല സർക്കാരിനൊരു മുതൽക്കൂട്ടായേക്കും. റിപ്പോർട്ടർ, ആലപ്പുഴ.